എല്ലാവർക്കും നമസ്കാരം. വളരെ ശ്രദ്ധിച്ച് മറുപടി പറയേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. നന്ദഗോവിന്ദം ഭജൻസ് ക്ഷേത്രത്തിലെ ക്രൈസ്തവ ഭക്തിഗാനം പാടിയത് ശരിയായോ എന്നതാണ് ചോദ്യം. ഈ വിഷയം കേരളം പല രൂപത്തിലും ഭാവത്തിലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് നമുക്കൊരു അഭിപ്രായം പറയാനുള്ളത്, നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് ഹിന്ദു സമൂഹത്തിൽ ഒരൊറ്റ അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് രണ്ടഭിപ്രായമായി മാറിയിട്ടുണ്ട്. അവർ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നവരും ശരിയാണ് എന്ന് പറയുന്നവരും. വിശാലമായ ഹിന്ദുവാണ്, ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും ജൂതനെയും പാഴ്സിയെയും ഒക്കെ സ്വീകരിക്കുവാൻ വലിയ മനസ്സുള്ള ഹിന്ദുവിന് ആ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിലെ അംഗങ്ങള് ഒരു ക്രൈസ്തവ ഗാനം പാടിയപ്പോ തകർന്നു പോകുന്നതാണോ ഹിന്ദുധർമ്മം എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ നന്ദഗോവിന്ദം ഭജൻസ് ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷ ആളുകളും മുമ്പ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരുന്ന ആളുകളാണ്. അതായത് അവർക്ക് ഭജൻസിനോടോ ഹിന്ദുവിന്റെ ഉയർച്ചയോടോ ആധ്യാത്മിക വളർച്ചയോടോ ഒന്നും താല്പര്യമില്ല. ഇപ്പൊ RSSകാര് നിങ്ങളെ വിമർശിക്കുന്നു, സംഘികൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളപ്പോഴാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആളുകൾ വരുന്നത്. അത് ഒരു പ്രത്യേക ആഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിൽ രചിക്കപ്പെടുകയാണ്. ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ ഇസ്ലാമിക ക്രൈസ്തവ ഗാനങ്ങളാകാമോ എന്നതാണ് ചോദ്യം. ഇവിടെ ഭജൻസാണ്. ചിദാനന്ദപുരി സ്വാമികൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗാനമേള ട്രൂപ്പല്ല, ഇത് ക്ഷേത്രത്തിന് അനുബന്ധ പരിപാടിയാണ്. അപ്പൊ അവിടെയെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. പള്ളിയുടെ മുറ്റത്ത് ഹിന്ദുക്കൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തു, അല്ലെങ്കിൽ ആ ക്രൈസ്തവ പള്ളി ഹിന്ദുക്കളുമായിട്ട് വളരെയേറെ സഹകരിക്കുന്നു എന്നതുകൊണ്ട് ഒരൊറ്റ ക്രിസ്ത്യാനിയും അവിടെ ഒരു ക്രൈസ്തവ ഗാനം പാടണമെന്നൊരു കടലാസ് കൊടുത്തിട്ടുണ്ടാവില്ല. ഈ ക്രൈസ്തവ ഗാനം പാടി ക്രിസ്ത്യാനികളെ കൂടി സന്തോഷിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകുക നമ്മുടെ നാട്ടിൽ അനാവശ്യ മതേതരത്വം നിലക്ക് പിടിച്ച ഹിന്ദു കമ്മിറ്റിക്കാരാണ്. ഞങ്ങളിവിടെ വടകര താലൂക്കില് പാറക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നാദാപുരത്തിനടുത്ത്. പാറക്കടവ് മണികണ്ഠ ക്ഷേത്രത്തിൽ ഒരിക്കൽ മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ടുവന്നു. കുറച്ചു വർഷം മുമ്പാണ്, 10 കൊല്ലം മുമ്പാണ്. ഞാനിന്ന് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ചുമതലയിലാണ്. ഞങ്ങൾ പറഞ്ഞു, ഇത് ശരിയല്ല, വിഗ്രഹാരാധന പാപമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരാള്, വിഗ്രഹാരാധന നരകം കിട്ടുമെന്ന് പച്ചക്ക് പറയുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാളെ വിഗ്രഹാരാധന നടന്ന അമ്പലത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കോൺഗ്രസ്സുകാരായിരുന്നു മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരും. അപ്പൊ അവര് പറഞ്ഞു, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ മുറ്റത്ത് വന്നിട്ട് ഇസ്ലാമിക പ്രബോധകൻ സംസാരിക്കുന്നതാണ് മതേതരത്വം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരോഗ്യകരമായിട്ട് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷെ അവർ കൊണ്ടുവന്നു, നന്നായിട്ട് ആളുകളെ കൂട്ടി. കാരണം ഹിന്ദു പ്രഭാഷകൻ വന്നാൽ ഇത്ര ആളുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചായിരിക്കും. ഇസ്ലാമിക പ്രബോധകനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അവിടെ എത്തി. അയാൾ ഏകദൈവം, ബഹുദൈവം, വിഗ്രഹാരാധനയുടെ പാപമൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ അനാവശ്യ മതേതരത്വം തലക്ക് പിടിച്ച കമ്മിറ്റിക്കാരായിരിക്കാം ഇവരോട് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞത്. ഈ പാട്ട് പാടിയവരുണ്ടായ കുഴപ്പം എന്താണ്? 2 ചേരികളിലായിട്ട് ഹൈന്ദവ സമൂഹം ഈ നന്ദഗോവിന്ദം ഭജൻസിനെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുകയാണ്. സന്ദീപാനന്ദഗിരി സ്വാമിയുടെ അനുഭവങ്ങൾ ഉണ്ടാകാതെ നന്ദഗോവിന്ദം ഭജൻസ് നോക്കണം. ഒരു കാലത്ത് സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ആളുകൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് ആ DD നേഷൻ അതിന്റെ മുന്നിൽ നിൽക്കുമായിരുന്നു, DD മലയാളത്തിന്റെ മുന്നിൽ നിൽക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സ്വന്തം ആഖ്യാനങ്ങൾ രചിച്ചു. മഹാഭാരത യുദ്ധം നടന്നിട്ടില്ല, അത് മനസ്സിൽ നടന്നതാണ്, അമൃതാനന്ദമയി ദേവി ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോ പതുക്കെ RSSന്റെ വെറുപ്പ് സമ്പാദിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയോ? അദ്ദേഹമുണ്ട്, ആ ആശ്രമത്തിലൊരു പൂച്ചയുണ്ട്. ഈ പൂച്ചയ്ക്ക് മീൻ മേടിച്ചു കൊണ്ടു കൊടുക്കലാണ് അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പൊ നിങ്ങള് ഹൈന്ദവ സമൂഹത്തെ വെറുപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സന്ദീപാനന്ദഗിരിയുടെ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഭജൻസ്, സംഗീതം, ഗാനം ഇതൊക്കെ ഹിന്ദുവിന് പറഞ്ഞതാണ്, ഒരു പരിധിവരെ ക്രിസ്ത്യാനികൾക്കും പറഞ്ഞതാണ്. ഇസ്ലാം സംഗീതത്തെ വെറുക്കുന്ന മതമാണ്. അത് കൃത്യമായിട്ട് അത് ഖുറാനിൽ പറയുന്നുണ്ട്, സംഗീതം എത്രമാത്രം മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്ന്. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരാണ്. അപ്പോ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്ക് ഉയർന്നത് ക്ഷേത്രമുറ്റത്ത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനിടയിൽ കലർത്തിയ ഒരു മതേതരത്വത്തിന് ആരും എതിരല്ല.
എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ എവിടെ എന്താകണം എന്നൊരു തിരിച്ചറിവ് നമുക്ക് എല്ലായിടത്തും ഉണ്ടാകണം. ഇപ്പൊ മരിച്ച വീട്ടിൽ പോകുമ്പോൾ നാം ഉടുക്കുന്ന വസ്ത്രമല്ല കല്യാണ വീട്ടിൽ പോകുമ്പോൾ ഉടുക്കുന്നത്. നമ്മുടെ ഒരു മരണ വീട്ടില് ഫോണൊന്ന് റിങ് ചെയ്താൽ ആളുകൾ ചോദിക്കില്ലേ, ഒന്ന് സൈലന്റ് ആയിക്കൂടെ എന്ന് ചോദിക്കണം. നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ എവിടെ എന്താകണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം. ക്ഷേത്ര കമ്മിറ്റി ഭജൻസിന് വിളിച്ചാൽ ഭജൻസ് പാടിയാൽ പോരെ? ഇത്രയും കാലം അങ്ങനെ ആയിരുന്നല്ലോ. അതിലൊരു മാറ്റം വരുത്തണം എന്ന് കരുതിയിട്ട് ക്രൈസ്തവ ഗാനം കൂടി നിങ്ങൾ ആലപിച്ചു. ഒരു ക്രിസ്ത്യാനിയും ആവശ്യപ്പെടില്ല, ഒരിക്കലും ആവശ്യപ്പെടില്ല. ഇതൊക്കെ അനാവശ്യം മതേതൃത്വം കുത്തിക്കലർത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നവരാണ് എന്നൊക്കെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ജാടയുടെ ഭാഗമാണോ എന്നുകൂടി എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അവസരങ്ങൾ പതുക്കെ പതുക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് എന്താണോ ഇവിടെ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും തന്നെ നിങ്ങളെ ഭജൻസിന് വിളിക്കുന്നവരല്ല. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയും അവരെ കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ലഭിക്കില്ല. ഇപ്പോൾ ഉള്ളത് ശശികല ടീച്ചർ, ശ്രീമതി ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന രക്ഷാധികാരിയാണ്. അപ്പോ ഒരു ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നപ്പോ അത് പാടില്ല എന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചർ അത് പറയണം. അതാണ് ടീച്ചർ പറയേണ്ടതും. അതിന് ടീച്ചറെ വിമർശിക്കേണ്ട ഒരു ആവശ്യമില്ല. ടീച്ചർ കാര്യം പറഞ്ഞു. എന്താണ് ഇപ്പൊ ക്ഷേത്രത്തില് നമ്മളെല്ലാം മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരാണ്. കേരളത്തിലെ മലയാളികൾ 90%, ഹിന്ദുക്കൾ 90% മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് കരുതി ക്ഷേത്രത്തിൽ കോഴിയിറച്ചി പറ്റുമോ? പറ്റില്ല. ക്ഷേത്രത്തില് നോൺ വെജായ കാര്യങ്ങൾ സമർപ്പിക്കാൻ പറ്റില്ലാത്ത സ്ഥലത്ത് അത് പറ്റില്ലല്ലോ. അപ്പൊ ഓരോരുത്തരും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോന്നും പ്രവർത്തിക്കേണ്ടത്. അപ്പോ നിങ്ങൾ ഗാനമേള സംഘടിപ്പിക്കൂ. ആദ്യം ഒരു ക്രൈസ്തവ ഗാനം പാടുക, പിന്നെ ഒരു ഇസ്ലാമിക ഗാനം പാടുക, പിന്നെ ഒരു ഹിന്ദു ഗാനം പാടുക. അതിനെ ബാലൻസ് ചെയ്യണം. മതേതൃത്വം എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണല്ലോ. അപ്പൊ അത് ബാലൻസ് ചെയ്യണം. അതേസമയത്ത് ക്ഷേത്ര കമ്മിറ്റി വിവരം കേട്ട ആളുകൾ ധാരാളം ഉണ്ടാവും. നമ്മുടെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ കയറി വരുന്നുണ്ടല്ലോ. അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞവര് ഇപ്പൊ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകാൻ ഓടി നടക്കുക. വേറെ രക്ഷയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ഒക്കെ ചത്തിട്ട് കാലങ്ങൾ കുറയായല്ലോ. അപ്പൊ അവര് കയറുന്ന അമ്പലത്തില് എന്തൊക്കെയാണോ വേണ്ടാത്തത് അതൊക്കെ അവർ നടത്തിക്കൂട്ടും. ഇപ്പൊ സ്വാഭാവികമാണ്. അപ്പൊ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുക, ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുക, അതിന് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ ക്രൈസ്തവ ഗാനം പാടേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികൾക്ക് നമ്മളോട് ഇഷ്ടമാണ്. ക്രിസ്ത്യാനികളെ നമ്മൾ സ്നേഹിക്കണം, ഇസ്ലാമിനെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ പള്ളിയിൽ കൊണ്ടുപോയിട്ട് രാമന്റെ മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല. ചർച്ചിൽ കൊണ്ടുപോയിട്ട് പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് നാഥ എന്ന പാട്ട് പാടേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നിരന്തരം ഉപയോഗിച്ചാൽ സന്ദീപാനന്ദഗിരിയുടെ അവസ്ഥ നിങ്ങൾക്കും താമസിയാതെ വന്നു ചേരും. അതുകൊണ്ട് എവിടെ എന്ത് ചെയ്യണം എന്നൊരു തിരിച്ചറിവോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ കൂടുതൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടും. നിങ്ങൾ ഭജൻസിനെ ജനകീയമാക്കി. നിങ്ങളുടെ ഭജൻസ് കണ്ട് ഒരുപാട് സംഘടനകൾ, ചെറുപ്പക്കാര് ഭജൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ബലികുടീരങ്ങളൊക്കെ പാടി നടന്ന ആളുകൾ രാധാരൻ പ്രേമത്തോടാണോ എന്ന് പാടി തുടങ്ങി. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊട്ട് പച്ചത്തെറിയുമായി വന്ന വേടനെ പോലെയുള്ള ഹിന്ദു വിരുദ്ധന്മാരെ ക്ലീൻ ഔട്ടാക്കുവാൻ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കഴിഞ്ഞു. അവിടെയൊക്കെ നന്ദഗോവിന്ദം ഭജൻസ് നന്ദിയോടുകൂടി നിങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഹൈന്ദവ സമൂഹത്തിന് കടപ്പാടുണ്ട്. നിങ്ങളുടെ റീലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാനമേളയുടെ നിങ്ങളുടെ ഭജൻസിന്റെ ഒക്കെ ബിറ്റുകൾ നൂറുകണക്കിന് ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വളർന്നത്. നിങ്ങളെ വളർത്തിയത് ഹൈന്ദവ സമൂഹമാണ് എന്ന ബോധത്തോടു കൂടി ഭജൻസ് പാടുക എന്ന്